ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എല്ലാ വർഷവും നടത്തി വരാറുള്ള നമ്മുടെ മിഷൻ ഡേയും സൺഡേ സ്കൂളിൻ്റെ ആനുവൽ ഡേയും സമുചിതമായി നമ്മൾ ഇന്ന് ആഘോഷിക്കുകയാണ്. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ദേഹവിയോഗം മൂലം മുൻ നിശ്ചയിച്ച ദിവസത്തിൽ നിന്നും ഇന്നത്തേക്ക് നമുക്ക് മിഷൻ ഡേ മാറ്റിവെക്കേണ്ടി വന്നു. ഇന്നത്തെ മിഷൻ ഡേ എന്താണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്? ചർച്ച് ഈസ് നോട്ട് എ ബിൽഡിംഗ്, ഇറ്റ് ഈസ് ആൻ ആക്റ്റീവ് ബോഡി ഓഫ് ബിലീവേഴ്സ്. ചർച്ച് എന്ന് പറഞ്ഞാൽ കേവലം ഒരു ബിൽഡിംഗ് അല്ല, അത് വിശ്വാസികളുടെ ഒരു സമൂഹമാണ്. പരസ്പരം സപ്പോർട്ട് ചെയ്യുന്ന, പരസ്പരം ബഹുമാനിക്കുന്ന, പരസ്പരം സർവീസ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി. ദൈവം നമ്മുടെ മിഷന് നൽകിയിട്ടുള്ള എല്ലാ ബ്ലെസ്സിങ്സിനും നമുക്ക് ഈ സമയം നന്ദിയോടുകൂടെ ഓർക്കാം. നമ്മുടെ ചർച്ച് ഇന്ന് നേരിടുന്ന എല്ലാ ചലഞ്ചസും അതിനെക്കുറിച്ച് ചിന്തിക്കുവാനും ചർച്ചിൻ്റെ ഗ്രോത്തിനെ നമുക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യാം എന്ന് ചിന്തിക്കുവാനും ഈ അവസരം നമുക്ക് പ്രയോജനപ്പെടുത്താം. നമ്മുടെ വിശ്വാസ യാത്രയിൽ ചർച്ചിലുള്ള ഇമ്പോർട്ടൻസ് നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ നമുക്ക് കാണാം. നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ ആനുവൽ ഡേയും ഇന്ന് നടത്തപ്പെടുകയാണ്. ഈ ദിവസത്തെ ആനന്ദപൂരിതമാക്കുവാൻ അക്ഷീണം പ്രയത്നിച്ച് നമ്മുടെ കുഞ്ഞുമക്കൾ വളരെയധികം കലാപരിപാടികളുമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷൻ നമ്മുടെ പ്രിയങ്കരനായ സ്റ്റാൻഡോ അച്ഛനാണ്. വളരെ ഹൃദ്യമായ പെരുമാറ്റത്തിലൂടെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഈ കുറഞ്ഞ നാളുകൾക്കുള്ളിൽ തന്നെ സ്റ്റാൻഡോ അച്ഛൻ ഇടം നേടിക്കഴിഞ്ഞു. നമ്മുടെ മിഷന്റെ ആധ്യാത്മികമായ വളർച്ചയ്ക്ക് വേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്ന സ്റ്റാൻഡോ അച്ഛനെ വളരെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് ചീഫ് ഗസ്റ്റായി ഇവിടെ എത്താം എന്നേറ്റിരിക്കുന്നത് ബാബു പുത്തൻപുരയ്ക്കൽ അച്ഛനാണ്. നമ്മുടെ കാറ്റഗിസം ഡയറക്ടറാണ്. ബാബു അച്ഛൻ പ്രസ്റ്റൺ കത്തീഡ്രൽ പള്ളിയുടെ വികാരിയായി പ്രവർത്തിക്കുന്നു. അദ്ദേഹം കുറച്ച് സമയത്തിനുള്ളിൽ ഇവിടെ എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യുവാനുള്ളത് നമ്മുടെ ഹെഡ് മാസ്റ്റർ ജോസ് ആന്റണി സാറിനെയാണ്. ഏകദേശം 2 വർഷമായി നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററായി അദ്ദേഹം പ്രവർത്തിക്കുന്നു. വളരെ ഭംഗിയായും ചിട്ടയായും നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹം നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു. ഈ പ്രോഗ്രാമിലേക്ക് ജോസ് സാറിനെ വളരെ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ടു. നമ്മുടെ ഈ മിഷന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് 2 ട്രസ്റ്റിമാരാണ്, സാബു ചേട്ടനും ജോമി ചേട്ടനും. ചർച്ചിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ വളരെ കാര്യക്ഷമമായി എല്ലാ ആഴ്ചയിലും വിശുദ്ധ കുർബാനയുണ്ട്. അതിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും വളരെ പരിശ്രമിച്ച് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോമി ചേട്ടനെയും സാബു ചേട്ടനെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളും. അടുത്തതായി സ്വാഗതം ചെയ്യുവാനുള്ളത് സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനെയും കമ്മിറ്റി മെമ്പേഴ്സിനെയുമാണ്. തങ്ങളുടെ വിലയേറിയ സമയം നമ്മുടെ മിഷന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന 2 വിഭാഗമാണ് അവർ. 2 വീക്കെൻഡ് എല്ലാ മാസവും സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് നമ്മുടെ മിഷന് വേണ്ടി, നമ്മുടെ കുട്ടികളുടെ ആധ്യാത്മിക വളർച്ചയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. കമ്മിറ്റി മെമ്പേഴ്സ് ആണെങ്കിൽ നമ്മുടെ മിഷന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാനായി വളരെ കഠിനമായി ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനെയും കമ്മിറ്റി മെമ്പേഴ്സിനെയും
സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി സ്വാഗതം പറയാനുള്ളത് നമ്മുടെ ഈ പ്രോഗ്രാമിന് വേണ്ടി അക്ഷീണം പ്രയത്നിച്ച് വളരെയധികം കലാപരിപാടികളുമായി ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ കുഞ്ഞ് മക്കളെയാണ്. അതേപോലെ അവരെ ട്രെയിൻ ചെയ്ത നമ്മുടെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്, ആനിമേറ്റേഴ്സ്, അതേപോലെ മിഷൻ്റെ മറ്റനവധി മെമ്പേഴ്സ് അവരെ ട്രെയിൻ ചെയ്യുവാനായി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അതിനായി ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവരെ എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളു. ഇന്നത്തെ ഈ ദിവസം ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനായി ഇവിടെ എത്തിയിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി.